ഇതെന്ത് മുടിയായിട്ടല്ല കെട്ടീന് ഞാൻ കെട്ടിത്തരാല. ഇത് മതി. തിന്നാനത് എടുത്ത് വെച്ചിട്ട് പോയി തിന്നാട്ടെ. ഇതൊന്നാന്ന് ഫുള്ള് കഴിച്ചിട്ടില്ലല്ല, ബാക്കി വെച്ചിനി. ഞാൻ തിന്നിനി, അത് മതി. മേശപ്പുറത്തല്ലേ വെള്ളം, അതും കുടിച്ചിട്ടില്ല. വന്ന് കുടിച്ചാട്ടെ. വെള്ളം കുടിച്ചിനി, അച്ഛനെ കൊടുത്തു. അച്ഛനതാ വണ്ടി കിടക്കുന്നിടത്ത്. പരീക്ഷക്ക് വേണ്ടിയാണ്, ഇപ്പൊ തന്നെ ലേറ്റായി. ആ ബാഗ് ഒന്ന് ഇങ്ങനെ തന്നാട്ടെ. എന്നാ പരീക്ഷ നിറക്ക് എഴുതാൻ കേട്ടാ. അച്ഛൻ വണ്ടിന്ന് തുടച്ചിരിക്കാണ്ട് വാ പോവാ. ആയാ എന്നാ പോ. എന്നാണ് മോളെ ഒന്ന് ഇറങ്ങിയ. മോളെ വണ്ടി പഞ്ചറായി. ഓ അച്ഛന്റെ ഒരു വണ്ടി ആവശ്യത്തിനൊന്നും ഓടൂല, ഞാൻ നടന്നു. മോളെ ബസ്സിന്റെ ആവശ്യണ്ടാ? വേണ്ട, ഞാൻ പോകുന്നു. ഇല്ല, എന്നാ നിനക്ക് ഇത്ര ദേഷ്യോ? പരീക്ഷ വിട്ടില്ല, ലേറ്റ് ആയതുകൊണ്ട്. ആരുമില്ല മോളെ, പോട്ടെ. ആ കൊലയാളികളെ വരെ എക്സാം ചെയ്താ വിട്ടി, എന്ന് ചെന്നെ പുറത്താക്കിയേ. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, നമ്മളെ നാടിന്റെ അവസ്ഥ ഇങ്ങനെ. നീ നല്ലോണം പഠിച്ചാ മതി. ആരുമില്ല, പോട്ടെ. കൊലയാളികളെ സംരക്ഷിക്കാൻ വക്കീലും നിയമവും ഉള്ള നാട്. ആരെ ശിക്ഷിക്കണം, ആരെ സംരക്ഷിക്കണം എന്നറിയാത്ത അധികാരികൾ. ഇവരൊക്കെ ഉള്ളിടത്തോളം കാലം നമ്മുടെ കൊച്ചു കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ഒരിക്കലും പറയാനാവില്ല.